توسلنا ببسم الله وبالهادي رسول الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وكل مجاهد لله وأهل البدر يا الله وأهل البدر يا الله وأهل البدر يا الله توسلنا ببسم الله وبالهادي رسول الله توسلنا ببسم الله وبالهادي رسول الله إلهي سلم الأمة من الآفات والنقمة إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله ومن هم ومن غمة بأهل البدر يا الله بأهل البدر يا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. ओ सरवरे किश्वरे रिसालत जो अर्श पर जलवा घर हुए थे नए निराले तरब के ज़मान अरब के मेहमान के लिए थे। बहर शादियाँ मुबारक चमन को आबादियाँ मुबारक मलक फलक अपने अपने लये में ये घर अनादिल का बोलते थे। वहाँ फलक पर यहाँ ज़मीन में रची थी शादी मथी जी धूमें। अस्सलातु वस्सलामु अलैका या सय्यदी या रसूल अल्लाह खुद बियदी क़ल्लत हीलती अदरिकनी या हबीब अल्लाह. സർവാദരണീയരായ സയ്യിദ് ഷാഹുൽ ഹമീദ് തങ്ങളവർകളെ,
മറ്റു പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമയുടെ അപദാനങ്ങളും ചരിത്രങ്ങളും അയവിറക്കിക്കൊണ്ട് മൂന്നാമത്തെ നിശയിലാണ് നാം ഇവിടെ സംഗമിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്ലാമിക പ്രചാരണത്തിൻ്റെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളുടെ ആദ്യ ദിനങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൈകളിലേക്ക് ഇസ്ലാമിനെ കൈമാറിത്തരാനും ആദർശത്തിൻ്റെ ദീപശിഖയെ ഉയർത്തിക്കാട്ടാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളും അവിടുത്തെയുടെ ആദ്യകാല വിശ്വാസികളും അനുഭവിച്ച ത്യാഗങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഒരാമുഖമാണ് ഇന്നലെ നാം പറഞ്ഞത്. ഓരോ ദിനരാത്രങ്ങളും പരീക്ഷണത്തിൻ്റെയും തീക്ഷ്ണതയുടെയും പുതിയ പുതിയ അധ്യായങ്ങളെയാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ അവിടുത്തെയുടെ സത്യപ്രബോധനത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ മാനസികമായ പീഡനങ്ങളുടെ പരമ്പരയാണ് അവിടുത്തെയുടെ ജീവിതം അനുഭവിക്കേണ്ടി വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കൽ അവർ വിളിച്ചു ഭ്രാന്തനാണെന്ന്. വഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ. അല്ലാഹുവിൻ്റെ ദിവ്യമായ സന്ദേശങ്ങളെ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നവരെ അവിടുന്ന് ഭ്രാന്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി. വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരിക്കൽ വിരോധികൾ പറഞ്ഞ പ്രയോഗം മാനസിക നില തകരാറിലായ ആൾ എന്നായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ വിളിച്ചു കവിയാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭ്രാന്ത് ആരോപിച്ചപ്പോൾ ഖുർആൻ ശക്തമായ ഭാഷയിൽ അതിനെ എതിർത്തു സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം വന്നപ്പോൾ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വമാ അല്ലംനാഹു അശ്ശഅറ വമാ യൻബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചത് കവിതകളല്ല, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ കലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അതിനെ പ്രതികരിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാരണക്കാരനാക്കി, സാഹിർ, ദുർമന്ത്രവാദിയായി ചിത്രീകരിച്ചു. അങ്ങനെ ഓരോ ദിവസവും പീഡനത്തിൻ്റെയും വിമർശനത്തിൻ്റെയും മാനസികമായി അടിപ്പെടുത്താനുള്ള ആരോപണങ്ങളുടെയും നടുവിൽ ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും വിമർശനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളും 39ാമതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ മാത്രം സത്യത്തിന്റെ വെളിച്ചവും കൊണ്ട് അതിന്റെ പ്രകാശനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരോപണം കൊണ്ട് തടുക്കാൻ കഴിയില്ല. ആരോപണങ്ങൾ വിലപ്പോകുന്നില്ല എന്നവർക്ക് മനസ്സിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും ശാരീരികമായി പീഡിപ്പിക്കുവാനുള്ള ശ്രമത്തിലേക്ക് അവർ തിരിഞ്ഞു. ഇത് വിശാലമായ ഒരു അധ്യായമാണ്. അൽ-ഇഅ്തിദാഉൽ ജസദി. കിങ് ഫൈസൽ പ്രസിദ്ധീകരിച്ച അസീറത്തുൻ നബവിയ്യ, അതിൽ അവരുടെ അവകാശവാദം ഏറ്റവും സ്വീകാര്യയോഗ്യമായ അവലംബങ്ങൾ കൊണ്ട് മാത്രം സീറത്തുൻ നബവിയ്യ ക്രോഡീകരിച്ചു എന്നവകാശപ്പെടുന്ന, സൗദി അറേബ്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന നല്ല രീതിയിൽ ക്രോഡീകരിച്ച ഒരു സീറത്തുൻ നബവിയ്യയിലെ ഈ അധ്യായം പോലും പറഞ്ഞു തീർക്കാൻ നമ്മുടെ ഒരു നിശയ്ക്ക് സാധ്യമല്ല. എന്നാൽ സീറയുടെ രചയിതാക്കളായ വിശാലമായി പഠനം നടത്തിയ മുൻഗാമികളും ലഭിച്ചിട്ടുള്ള എല്ലാ അവലംബങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി സംസാരിച്ച യൂസുഫ് സാലിഹി അശ്ശാമിയും പോലെയുള്ള മഹാന്മാരെ അവലംബിച്ചാൽ എത്രയോ മടങ്ങ് അധികം നമുക്ക് പറയാനുണ്ട്. ഏതായാലും വളരെ ലളിതവും പ്രധാനവുമായ ചില അധ്യായങ്ങൾ മാത്രമാണ് ഇവിടെ നാം സ്പർശിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ അവിടുത്തെയുടെ ആദർശ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിലെ തീജ്വാലകൾ ഉയരുന്ന തീഷ്ണമായ ദിനരാത്രങ്ങൾ, ആരോപണത്തിന്റെ ഏറ്റവും അപകടകരമായ തലങ്ങളെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുമേൽ എറിയാൻ അവർ ശ്രമിച്ചത്. തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും പരീക്ഷണത്തിന്റെ തീജ്വാലകളിലൂടെ തീവ്രമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അതിൽ ലളിതമായ ചില അധ്യായങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്നു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, ഖാല അബൂ ജഹൽ പറയുകയാണ്, അല്ലയോ മക്കയിലുള്ള കുഫാറുകളെ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് ചെയ്യാറുണ്ടോ? അഥവാ നിസ്കാരത്തിൽ അള്ളാഹുവിന് വേണ്ടി സാഷ്ടാംഗം ചെയ്യുമ്പോ നിങ്ങൾ ഉണ്ടായിരിക്കെ അവിടുന്ന് സുജൂദ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, വല്ലാത്ത വൽ ഉസ്സ, അതെ, ലാത്തയും ഉസ്സയും നമ്മുടെ ദൈവങ്ങളെ തന്നെ സത്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ ആരാധന നടത്താറുണ്ട്. ഉടനെ അബൂജഹൽ എന്ന ധിക്കാരിയുടെ ശബ്ദം, ലഇൻ റഅയ്തുഹു യഫ്അലു ദാലിക, അങ്ങനെ എങ്ങാനും ചെയ്യുന്നത് ഞാൻ കണ്ടാൽ ഞാൻ പിരടിക്ക് പിടിച്ച് അമർത്തി ഭൂമിയിലേക്ക് തേച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾക്കെതിരെ അബൂജഹലിന്റെ പ്രഖ്യാപനം. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു. ഫഅതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിന് വേണ്ടി വന്നു. മാത്രയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലേക്ക് പോകാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിരടിയിൽ പിടിച്ച് അവിടുത്തെ മുഖം മണ്ണിൽ പുരട്ടിക്കളയും എന്ന അവകാശവാദത്തോടെ കടന്നു വരുന്നു അബൂജഹൽ. പോയ അതേ ഊർജത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സുജൂദിൽ കിടക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം അമർത്തിക്കളയാൻ പ്രഖ്യാപനം നടത്തി ആർജവത്തോടെ മുന്നോട്ട് പോകുന്നയാൾ രണ്ട് പിരടിയും പിന്നോട്ട് വലിച്ച് കൈ പിന്നോട്ട് കാണിച്ചുകൊണ്ട് അതിലേക്ക് താങ്ങിക്കളഞ്ഞു. ഉടനെ അവിടെയുള്ളവർ ചോദിച്ചു, മാലക്, എന്താണ് അബൂജഹലെ? വലിയ വീരവാദത്തോടെയാണല്ലോ പോയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇപ്പൊ കഥ കഴിക്കും എന്ന നിലയ്ക്കല്ലേ പോയത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇന്ന ബൈനി വ ബൈനഹു ലഖന്ദഖം മിൻ നാരിൻ വഹൗലൻ വഅജ്നിഹ. നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഞാനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിടിക്കാൻ വേണ്ടി, അയാളുടെ ഭാഷ പ്രയോഗിക്കാൻ നമുക്ക് കഴിയില്ല, ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കാൻ വേണ്ടി
ചെന്നപ്പോഴേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും എന്റെയും ഇടയിൽ വലിയ ഒരു കിടങ്ങ്, തീജ്വാലയാലുള്ള കിടങ്ങ് ഞാൻ കാണുന്നു. അതിൽ വലിയ ചിറക് വിരിച്ചുകൊണ്ട് നിൽക്കുന്ന എന്നെ ആവഹിക്കാൻ അടുക്കുന്ന ആളുകളെ കാണുന്നു. എനിക്ക് തൊടാൻ കഴിഞ്ഞില്ല. അബൂജഹലിന്റെ മറുപടിയാണ്, മറ്റാരും കാണുന്നില്ല, കാരണം വല്ലാഹു യഅസിമുക മിനന്നാസ്. ഓ നബിയെ, എന്റെ മതത്തെ അഥവാ അള്ളാഹുവിന്റെ മതത്തെ പ്രചരിപ്പിക്കാൻ ഇറങ്ങിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ധൈര്യത്തോടെ പ്രചാരണം നടത്തിക്കോളൂ, ഞാൻ സംരക്ഷിച്ചുകൊള്ളാം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഹബീബ് ഇളകിയില്ല. ജിബ്രീലു റവാഹും ബിഹാ ഗദ്ദാഊ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാത പ്രദോഷങ്ങളിൽ സേവകരായി ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടായിരിക്കെ പിന്നെ ഭയക്കാനില്ല. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരിഷ്ഠമായ അവിടുത്തെ നെറ്റിത്തടം സുജൂദിലേക്ക് വെച്ചിട്ട് ഉയരുന്നത് വരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതറിഞ്ഞ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ലൗ ദനാ മിന്നി ലഖ്തഫത്ഹു അൽ മലായിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ അടുക്കലേക്ക് എങ്ങാനും അബൂജഹലിന്റെ കഴുത്തിൽ പിടിക്കാൻ അടുത്തിരുന്നെങ്കിൽ ലഖ്തഫത്ഹുൽ മലായികതു ഉളുവൻ ഉളുവാ. ഇമാം മുസ്ലിമിന്റെ നിവേദനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അങ്ങനെ എങ്ങാനും അടുത്തിരുന്നെങ്കിൽ, അവൻ എന്റെ അടുക്കലേക്ക് തൊടാൻ വേണ്ടി വന്നിരുന്നെങ്കിൽ മലായികത്ത് അവനെ പാളി പാളിയാക്കി കളയുമായിരുന്നു. കാരണം എന്താ? അനൻ നബിയു ലാ കദിബ്, ഞാൻ വ്യാജ പ്രവാചകരല്ല, സത്യത്തിന്റെ ദൂതരാണ്. അള്ളാഹുവിന്റെ വെളിച്ചം ലോകത്തിനു നൽകാൻ അഥവാ മതത്തിന്റെ പ്രചാരണം നടത്താൻ വന്ന തർജുമാനെ ഇലാഹി, അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശങ്ങളെ കൈമാറുന്നയാളാണ്. അതുകൊണ്ട് എനിക്ക് അള്ളാഹുവിന്റെ കാവലുണ്ട്. ഈ വിഷയം നിസ്സാരമായ ഒരു സംഭവമല്ല, ഖുർആൻ ഏറ്റെടുക്കുകയാണ്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അലഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പാഠമാണ് അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. കണ്ടില്ലേ എന്റെ അടിമയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരത്തിൽ നിന്ന് തടുക്കാൻ ഇറങ്ങിയവന്റെ പരിണിതി അറിയില്ലയോ? എന്നിട്ട് ഖുർആൻ പറയുകയാണ്, അവനെങ്ങാനും അടുത്തിരുന്നെങ്കിൽ അവനെ നമ്മൾ പിടിക്കുമായിരുന്നു. കല്ലാല ഇല്ലം യൻതഹില നസ്ഫഅൻ ബിന്നാസിയ. പരിശുദ്ധമായ ഖുർആൻ ശക്തമായ ഭാഷയിൽ അവനെതിരെ ഉള്ള ആക്ഷൻ സംസാരിക്കുന്നു, അഥവാ അബൂജഹലിനെ കുറിച്ച്. ഏതായാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഅബാലയത്തിന്റെ മണിമുറ്റത്ത് ആരാധന നടത്താൻ പോലുമില്ല സൗകര്യമില്ലാത്ത വിധം പീഡനത്തിന് നടുവിലാണ് പ്രഭാത പ്രദോഷങ്ങളിൽ ഹബീബ് നടക്കുന്നു. വിശ്വാസികളെ, ഇത് വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ മാത്രം പോരാ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഇസ്ലാമിനെ പാകപ്പെടുത്തി നമ്മുടെ കയ്യിലേക്ക് തരാനാണ് ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും അധ്വാനിക്കുന്നത്. അല്ലാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ സംരക്ഷണത്തിനല്ല, അവിടുത്തെയുടെ ജീവസംരക്ഷണത്തിനല്ല, ആദർശത്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത്, മതത്തിനു വേണ്ടിയാണ്. ഈ മതത്തെ നമ്മൾ നിസാരമായി തള്ളിക്കളഞ്ഞാൽ ഹബീബിന് പൊരുത്തപ്പെടില്ലല്ലോ. कारण दे लुत्फों का आम हो ही जाएगा, शाद हर नाकाम हो ही जाएगा.
ഈ ഉമ്മത്തിന് വേണ്ടി എല്ലാം സഹിച്ച് ഏറ്റെടുത്ത സഹനത്തിന്റെ സകല തലങ്ങളെയും ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിട്ട് സമുദായത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സംരക്ഷണ കവചം തീർത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സഹിച്ചതാണ്. ആരാധനയ്ക്ക് പോലും ഇറങ്ങാൻ കഴിയുന്നില്ല. ഇനി ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. ബിസനദിഹി ഇലാ ഉർവത ഇബ്നു സുബൈർ തങ്ങളിലേക്ക് സനദ് ചേർത്തിട്ട് പറയുന്നു, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അംറിനോട് ചോദിച്ചു, അല്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രചരണത്തിന്റെ മാർഗത്തിൽ സഹിച്ച ഏറ്റവും കഠിനമായ അധ്യായം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുശ്രിക്കീങ്ങളായ ആളുകൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് എങ്ങനെയാണ്? ഉടനെ പറയുകയാണ്, റഅയ്തു ഉഖബത ബിൻ അബി മുഅയ്തിൻ ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യുസല്ലി ഫവളഅ റിദാഅഹു ഫീ ഉനുഖിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് അതാ വരുന്നു ഉഖബത്ത് ബിൻ അബി മുഅയ്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിലേക്ക് തുണിയിട്ടിട്ട് കഴുത്തു പിടിച്ച് മുറുക്കുകയാണ്. ആരുടേതാണ്? നമ്മുടെ കരളിന്റെ കാതലായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിലേക്ക് തുണിയിട്ട് പിടിച്ച് മുറുക്കുമ്പോൾ അതാ വരുന്നു അസ്സിദ്ഖു ഫിൽ ഗാരി വസിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമീ ظن الحمام وظن العنكبوت على خير البرية لم تنسج ولم تحمي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം എല്ലാ ഘട്ടങ്ങളിലും സഹകാരിയായി സഞ്ചരിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടുകൊണ്ട് വരികയാണ്. ഉടനെ അവിടുന്ന് തടുത്തു ഉഖബത്ത് ബിൻ അബി മുഅയ്തിനെ. എന്നിട്ട് ചോദിക്കുകയാണ്, തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹു എന്റെ റബ്ബാണെന്ന് പറഞ്ഞ ഈ മഹാനായ മനുഷ്യനെയാണോ നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നത്? വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിൻ റബ്ബികും, അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശവും കൊണ്ടുവന്ന വിശുദ്ധ പ്രവാചകരല്ലേ, ഈ പ്രവാചകരെയാണോ നിങ്ങൾ വധിക്കാൻ ശ്രമിക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുമ്പോഴേക്ക് അവിടുത്തെ മുഖം അമർത്താൻ ശ്രമിക്കുന്നവർ, കഴുത്തു ഞെരിക്കാൻ ശ്രമിക്കുന്നവർ. ഇനിയും കാണാം ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട ഏറ്റവും തീക്ഷ്ണമായ മറ്റൊരു രംഗം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു, ഇബ്നു മസ്ഊദിൽ നിന്ന് നിവേദന പരമ്പരയിലൂടെ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ അടുക്കൽ നിസ്കരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ പരമ്പരയുടെ സമയ പരിമിതി കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകാനേ കഴിയൂ. വിശാലമായ തലങ്ങളെയോ നിവേദന വ്യത്യാസങ്ങളെയോ ഉൾക്കൊള്ളാൻ നമുക്ക് സമയമില്ല. പക്ഷേ ഇത് പറയുന്നത് വൈജ്ഞാനികമായ സബര്യല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയൽ മുഹിബ്ബുകൾക്ക് ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ആളെക്കുറിച്ച് പറഞ്ഞിങ്ങനെ കേൾക്കാൻ എന്ത് രസമാണ്. കാമുകിയുടെ കഥ പറയുന്നത് കേൾക്കാൻ കാമുകൻ എന്ത് സന്തോഷമാണ്. കാമുകനെ വർണ്ണിക്കുന്നത് കേൾക്കാൻ കാമുകിക്ക് എത്ര സന്തോഷമാണ്. ഇതുപോലെ നമ്മുടെ ഖൽബിന്റെ രാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ അവിടുത്തെ സഹനങ്ങൾ നമുക്ക് സഹിക്കാനുള്ള പാഠമാണ്. അവിടുത്തെ ക്ഷമ നമുക്ക് ക്ഷമിക്കാനുള്ള പാഠമാണ്. കാരണം ലോക ചരിത്രത്തിൽ ഒരാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ തുടരപ്പെടുന്ന ഒരു നേതാവിനെയും കാണാനില്ല എന്ന് യൂറോപ്യന്മാര് പോലും നിരത്തി എഴുതിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എ കോൺഷ്യസ് മിമിക്രി എന്നാണ് ചില എഴുത്തുകാർ അടയാളപ്പെടുത്തിയത്. ബോധപൂർവമുള്ള ഒരു മിമിക്രിയെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ മൈന്യൂട്ട് പോയിന്റ്സുകൾ മുഴുവനും ഫോളോ അപ്പ് ചെയ്യപ്പെടുകയാണ്, അനുധാവനം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ മുഴുവനും തുടരപ്പെടുന്ന നേതാവ് ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹനവും ക്ഷമയുമാണ് ഇസ്ലാമിക പ്രചാരണത്തിന്റെ പ്രധാന ആയുധമെന്ന് മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട്. ലാമാർട്ടിൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിഞ്ഞവർ മുഴുവനും സോൾ ഓഫ് കൈൻഡ്നെസ് എന്ന് എഴുതിയ എഴുത്തുകാരെ കാണാം. അത്തരം വ്യത്യസ്തമായ വായനകളിലേക്ക് പോകാൻ ഈ പരമ്പരകളോടൊപ്പം നിന്നെനിക്ക് കഴിയുന്നില്ല. എന്റെ സദസ്സ് ക്ഷമിക്കണം. ഏതായാലും നമ്മുടെ കരളിന്റെ കാതലായ ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ വരുന്നു അബൂജഹൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഇന്നലെ അറുത്ത ഒട്ടകത്തിന്റെ കുടൽമാലയുണ്ടല്ലോ, പോട്ടിയുണ്ടല്ലോ അവിടെ കിടക്കുന്നു, അതാരാണെന്ന് കൊണ്ടുവരിക. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോ അതാ കൊണ്ടുവരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് ഫലമ്മാ സജദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ വളഅഹു ബൈന കതിഫൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുമലിലങ്ങ് ചാർത്തി കൊടുത്തു. ഫസ്തദ്ഹഖൂ വജഅല ബഅ്ദുഹും യമീലു അലാ ബഅ്ദിൻ വഅന ഖായിമുൻ അൻദുറു. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, അവര് ചിരിച്ച് ആടിയൊലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആർത്ത് ചിരിക്കുകയാണ്, ആടിച്ചിരിക്കുകയാണ്. ഹബീബിന്റെ തോളിൽ ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചിട്ട് തല ഉയർത്താൻ കഴിയാതെ ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈക യാ സയ്യിദൽ വറാ ഹം റസൂലുള്ളാഹ് കെ ജന്നത്ത് റസൂലുള്ളാഹ് കി. അല്ലാഹുവേ, ആ ഹബീബിന്റെ ആ പിരടിയിൽ ഒന്ന് ചുംബനം കൊടുക്കുന്നത് ഞങ്ങൾക്ക് ചോദിക്കാൻ അർഹതയുള്ള പദവിയല്ലെങ്കിലും ഹബീബ് ഞങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചതിന്റെ പേരിൽ ഒരു തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ഞങ്ങൾക്ക് ആ പിരടിയൊന്ന് സമ്പൂർണമായി സ്വപ്നത്തിൽ കണ്ട് ആസ്വദിച്ച് നാളെ പരലോകത്ത് ചെന്ന് ഹബീബിനൊരു മുത്തം കൊടുക്കാൻ, ഒരു പക്ഷേ അവിടുത്തെ തിരുനെറ്റിയിൽ ചുംബനം കൊടുക്കുന്നത് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം നബി തങ്ങൾ എത്രയോ ഉയർന്ന പദവിയിലാണ്. അവിടുത്തെ കാൽക്കൽ ചുംബിക്കുന്നത് പോലും ഞങ്ങൾക്ക് വിചാരിക്കുന്നതിലുപരിയാണ്. അവിടുത്തെ കാല് തട്ടിയ ഒരു മണൽത്തരി കിട്ടിയിരുന്നെങ്കിൽ അതുകൊണ്ട് സുറുമയണിഞ്ഞ് നടക്കാമായിരുന്നല്ലോ. ഫമതാ ഉകഹിലു മിൻ സറാക ജുഫൂനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെയുടെ മഹനീയമായ ശരീരത്തെ ചുംബനം കൊടുക്കാൻ നമുക്ക് പദവിയില്ലെങ്കിലും, നമുക്ക് അർഹതയില്ലെങ്കിലും, യോഗ്യതയില്ലെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാനും അടുക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗം ഒരു ദിവസം അഭിമാനിക്കും. എന്തിനാണ് സ്വർഗം അഭിമാനിക്കുന്നത്? സ്വർഗം ഇങ്ങനെ പറയും, എനിക്കുണ്ടല്ലോ ഒരു പെരുന്നാള്. ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറയാണ്, എന്തിനാണ് സ്വർഗം അങ്ങനെ പറയുന്നത്? ഖുദ്ദാമുഹു ഹി ജായക, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കാനുള്ള ദിവസം വരുമല്ലോ എന്ന നിലക്ക് സ്വർഗം കാത്തിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ന് വളരെ മനോഹരമായ വരിയിൽ മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. ഏതായാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ സാജിദുൻ മാ യർഫഉ റഅസഹു, അവിടുന്ന് എടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിരടി ഉയർത്താൻ കഴിയുന്നില്ല. ഇൻസാനുൻ ഫഅഖബറ ഫാത്തിമത, ആരോ ഒരാൾ ചെന്ന് ഫാത്തിമത്തു സഹ്റായിനോട് പറഞ്ഞു, ചെറുപ്പക്കാരിയായ മോള് ഫാത്തിമത്ത് വരികയാണ്. ഫതറഹത് അൻഹു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ നിന്ന് ആ കുടൽമാല വലിച്ചു മാറ്റിയിട്ട് അവിടുന്ന് സഹിക്കുന്നില്ല. ഹബീബിനെ
പ്രിയപ്പെട്ട ഉപ്പാന്റെ കഴുത്തിലേക്ക് വലിച്ചിട്ടവരെ സഹിക്കുന്നില്ല. അവിടെ നിന്നുകൊണ്ട് ഫാത്തിമ ബീവി ഏതൊക്കെയോ രൂപത്തിലങ്ങ് പ്രതികരിച്ചു. അവിടുന്ന് വളരെ ദേഷ്യ സങ്കടത്തോടെ അവിടുന്ന് പ്രതികരിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ. ഈ രംഗത്തെ ആസ്വാദനപരമായി എഴുതിയ മഹാന്മാര് പലരുണ്ട്. നബി സല്ലല്ലാഹു ആസ്വാദനം എന്ന് പറഞ്ഞാൽ അതിനെ നല്ല വിശദാംശങ്ങളോടെ അലങ്കാരങ്ങളോടെ അവതരിപ്പിച്ച പലരുണ്ട്. എന്നാൽ അതിൽ മനോഹരമായ ഒരു മലയാള കവിത നമുക്ക് കാണാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ഈ സഹനത്തിന്റെ രംഗത്തെ ഒരു മലയാള കവി നമുക്കെല്ലാം അറിയുന്ന കവിതയാണ്. വള്ളത്തോളിന്റെ കവിതയിൽ ഈ വരികൾ അടയാളപ്പെടുത്തിയപ്പോൾ അയാൾക്ക് ഇതിന് ഭാഗ്യം കിട്ടിയല്ലോ എന്ന് ഞാൻ സന്തോഷിച്ചു പോവുകയാണ്. കാരണം ഇസ്ലാമിന്റെ അകത്തളത്തിലേക്ക് വരാൻ നിയോഗം കിട്ടിയില്ലെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ രംഗത്തെ അയാൾ വളരെ നല്ല രൂപത്തിൽ അവതരിപ്പിക്കുന്നത് കാണാം. അയ്യയ്യ മൺകൊണ്ട അഭിശക്തനായി കഴിഞ്ഞുവല്ലോ മതസാർവഭൗമൻ, മുഴക്കുവിൻ ഹേ ജയശബ്ദമെങ്ങും വാഴട്ടെ ഇസ്ലാം തിരുമേനി നീളാൽ. അന്നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പോതിത്തിരുവങ്കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ ലഭിച്ചുള്ളൂ നമുക്ക് ഭാഗ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു കിടക്കുമ്പോ അവിടുത്തെ കഴുത്തിൽ കുടൽമാല വലിച്ചിടാനേ അവർക്ക് ഭാഗ്യം ലഭിച്ചുള്ളൂ. മതോന്നതം മറ്റൊരു യേശുവാമി മതാധിരാജന്റെ യുദ്ധമാംഗം, ശ്രീമുൽ കിരീടാർപ്പണ യോഗ്യമല്ലോ കർത്തവ്യ കർമ്മങ്ങളിൽ മന്ദർ നമ്മൾ. ഇദ്ധൂളി കൊണ്ടോ കളിയാക്കൽ കൊണ്ടോ മുഖാഭമങ്ങാതെ അഭംഗ സത്വൻ, മണ്ണിൽ കുളിച്ചൊരു ഗജം കണക്കെ മന്ദം നടന്ന ആത്മഗൃഹത്തിലെത്തി. ആമൂർധപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടതിവെമ്പലോടെ താൻ കുളിപ്പതിനായി മുതിർന്നു തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് സമീപിക്കുന്ന രംഗം അയാളുടെ ഭാഷയിൽ പകർത്തുകയാണ്. പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി പകർന്ന കുംഭോദകമോടുകൂടി താതന്റെ ഗാത്രങ്ങളിൽ ആപതിച്ചു കുമാരിയാൾ തൻ ചുടുകണ്ണുനീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ വന്നപ്പോൾ അവിടുത്തെ കണ്ണിൽ നിന്ന് അടർന്നു വീഴുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സഹനത്തെ ഓർത്തുകൊണ്ടുള്ള ബാഷ്പബിന്ദുക്കൾ. മാലാർന്നു കേഴും മകളത്തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു സുശാന്തശീലൻ, നിന്നിച്ഛനക്കൊത്തരുളാതിരിക്കിൽ അല്ലാഹു പാടിൽ കരയായിക കുഞ്ഞെ. മോളെ, നിന്റെ സമാധാനിപ്പിച്ച് നിന്റെ ഇഷ്ടം താല്പര്യപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കാതിരിക്കില്ല, കരയല്ലേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാന്ത്വനിപ്പിക്കുന്ന രംഗം മലയാള കവിതയുടെ സൗന്ദര്യത്തോടെ വള്ളത്തോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച ത്യാഗത്തിന്റെ വളരെ വിശാലമായ ഒരു അധ്യായമാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചിടുന്നു. ഇവിടെ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, വഖദ് അഖറജ അബൂ യഅല അവിടുന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, വൽ ബസ്സാർ ബിസ്നാദിൻ സഹീഹിൻ സ്വീകാര്യയോഗ്യമായ പരമ്പരകളിലൂടെ അൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് പറയുന്നു, ലഖദ് ലറബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ ഹത്താ ഗശിയ അലൈഹി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ തല്ലി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധരഹിതരായി വീണു. ഫഖാമ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ഫജഅല യുനാദി വൈലക്കും, അല്ലയോ അറബികളെ നിങ്ങൾക്ക് നാശം. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് പറഞ്ഞതിന്റെ പേരിലാണോ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വേദനിച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന മറ്റൊരു രംഗം ഇബ്നു ഹജർ തങ്ങൾ ഉദ്ധരിക്കുകയാണ്. എന്നാൽ ഉതൈബത്ത് ഇബ്നു അബീ ലഹബ് എന്ന് പറയുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. വശഖ ഖമീസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുപ്പായം വലിച്ചു കീറി. വശഖ ഖമീസഹു വതഫല ഫീ വജ്ഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിനു നേരെ അവിടുന്ന് കാക്കിച്ചു തുപ്പി. പക്ഷേ ലം യഖഅ അലൈഹി, തുപ്പുനീര് റസൂലുള്ളാന്റെ മുഖത്ത് വീണില്ലെങ്കിലും ആ ധിക്കാരി ഹബീബിനെ തുപ്പി. എത്ര വലിയ ഹതഭാഗ്യനാണ്. വഹീനഇദിൻ ദഅ അലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്രയും ധിക്കാരം കാണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സഹിച്ചില്ല. അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക, പടച്ചവനെ നിന്റെ പടപ്പുകളിലുള്ള ഒരു പട്ടിയുടെ മേൽ ഇവനെ കീഴ്പ്പെടുത്തണേ അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നു. പിൽക്കാലത്ത് സിറിയയിൽ വെച്ച് മൃഗങ്ങൾ കടിച്ചു പറിച്ചിട്ടാണ് ഇയാൾ മരിച്ചുപോയത് എന്ന് മഹാന്മാര് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആഇന്റെ ഇജാബത്താണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ ശാരീരികമായി ആക്രമിച്ചു. എന്നിട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, നീണ്ട ഒരു പരമ്പരയാണ്. ഏകദേശം 100ഓളം പരീക്ഷണങ്ങളെ, ശാരീരികമായ ആക്രമണങ്ങളെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങൾ നിരത്തി വെച്ചാൽ നമുക്ക് സംസാരിക്കാനുണ്ട്. അതുമാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ വലിയ സഹനമാണ് ഇസ്ലാമിക പ്രചരണത്തിനു വേണ്ടി നടത്തിയതെന്നറിയുമോ? ഇപ്പോഴും നിയോഗത്തിന്റെ 5 കൊല്ലം തികഞ്ഞിട്ടില്ല. അഥവാ നുബുവത്തിന്റെ 5ാം വർഷത്തിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സഹിക്കുകയാണ്. ഇനി ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. അങ്ങനെ അവരെല്ലാം കൂടെ തീരുമാനിച്ചു, നമ്മളെല്ലാവരും കൂടെ ഒരു സ്ഥലത്തിരിക്കുക. അവിടുന്ന് ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് അവർ ഇരുന്നു. ഫതഅഖദു ബില്ലാത്ത വൽ ഉസ്സാ വമനാത്ത സാലിസത്തുൽ ഉഖ്റാ, അവിടുന്ന് അവരുടെ എല്ലാ ദൈവങ്ങളെയും, നായിലെയും ഇസാഫിനെയും ഉസ്സയെയും ലാത്തയെയും എല്ലാത്തിനെയും പിടിച്ചവർ സത്യം ചെയ്തു, നമ്മൾ ഇവിടെ ഒരുമിച്ചിരിക്കുക. ഇങ്ങോട്ടെങ്ങാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ ഒറ്റയടിക്ക് എഴുന്നേൽക്കുക, എല്ലാവരും കൂടെ അങ്ങ് കൊന്നുകളയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ തീരുമാനിച്ചു. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന സംഭവമാണ്. അങ്ങനെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ തീരുമാനിച്ച വിവരം ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഫാത്തിമ, യാ ഫാത്തിമ ബിൻതിൻ നബി, ഹബീബായ നബിയുടെ പൊന്നുമോളായ ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നമ്മൾ വായിക്കണം. ഈമാനിന്റെ വികാരം തുളുമ്പുന്ന ജീവിതം, ഹബീബിന് ഖിദ്മത്തെടുക്കാൻ നിയോഗം കിട്ടിയ പൊന്നുമോള്. എങ്ങനെ വർണ്ണിക്കണമെന്നറിയില്ല ഫാത്തിമയെ. ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ ഉമ്മു അബീഹാ, സ്വന്തം വാപ്പയ്ക്ക് ഒരു ഉമ്മ ചെയ്തു കൊടുക്കേണ്ട സേവനമെല്ലാം ചെയ്തു കൊടുത്ത മകളാണ് ഫാത്തിമത്തു സഹ്റാ. അത് നമ്മുടെ ഫാത്തിമ എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ വിശദാംശങ്ങളുണ്ട്. അതിന്റെ 3ാം പതിപ്പ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഏതായാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ അവിടുന്ന് താങ്ങും തണലുമായി എവിടെയും നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, ഉപ്പാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഉപ്പാ, അവരിങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്, തങ്ങൾ കടന്നങ്ങോട്ട് ചെന്നാൽ ഒരുമിച്ച് വധിക്കാനാണ് വാപ്പാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇളകിയില്ല. ലഹു ഹീമമുൻ ലാ മുൻതഹാ ലി കിബാരിഹാ വഹിമ്മതുഹു സുഗ്റാ അജല്ലു മിനദ്ദഹരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിമ്മത്ത് അഥവാ ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ കാലത്തേക്കാൾ വലുതാണ്. കാരണം എന്താ? കാലത്തിന് ഇവിടെ ആരെയും പേടിയില്ല. പ്രധാനമന്ത്രി മരിച്ചാലും രാവിലെയും രാത്രിയും ആകും. ഐക്യരാഷ്ട്രസഭയുടെ നേതാവ് മരിച്ചാലും സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് കാലത്തിന്റെ ധൈര്യമെന്ന് പറഞ്ഞാൽ അതിന്റെ സൂചന. എന്നാൽ ഈ കാലത്തേക്കാൾ വലിയ ധൈര്യമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്? ആരിളകിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവിടുന്ന് ഇളവുകയില്ല. അത്രയും വലിയ ആത്മധൈര്യത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് ഹിമ്മത്തുണ്ടാകണം. പ്രവർത്തിക്കാൻ ഇറങ്ങുന്നവർക്ക് ആരോപണമുണ്ടാകും.
പ്രവർത്തിക്കാൻ ഇറക്കുന്നവർക്ക് പ്രതിഷേധമുണ്ടാകും, പ്രവർത്തിക്കാത്തവർക്ക് ആരോപണമില്ല. ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായി മഈശത്തും കൊണ്ട് പോവുകയോ ചെയ്യുന്ന ആളുകൾക്ക് വിമർശനങ്ങളില്ല. അതേ സമയത്ത് എന്തെങ്കിലും സംഘടനയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ, സ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങിയാൽ, പ്രസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങിയാൽ, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ ഈ ഇറങ്ങുന്ന ആൾക്കേ ന്യൂനതയുണ്ടാകൂ. മോനെ ഹിമ്മത്ത് വേണം കേട്ടോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിച്ചു തന്നത്. ഇഖ്ലാസ് ഉണ്ടാകണം, പിന്നെ ഇളകാത്ത ആത്മധൈര്യം വേണം, അള്ളാഹുവിനോടുള്ള ഹക്ക് ക്ലിയർ ആയിരിക്കണം. മുഴുവൻ സൃഷ്ടികളെയും തൃപ്തിപ്പെടുത്തിയിട്ട് ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഹിമ്മത്തോടെ മുന്നോട്ട് പോകണം എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പോവുകയാണ്. കൊല്ലാൻ ആള് നിൽക്കുന്നത് കൊണ്ട് ആ വഴിക്ക് പോകുന്നില്ല എന്നല്ല, കയ്യിൽ ഒരു പിടി മണ്ണെടുക്കുന്നു. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് ആ മണ്ണൊന്ന് വിതറി. മൻ അസാബതുഹു മിൻഹും ഖുതില യൗമ ബദർ കാഫിറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പം മണ്ണങ്ങ് വിതറി കളഞ്ഞു. ഇവരെ എല്ലാവരെയും ബാധിച്ചു. ആ മണ്ണിന്റെ തരി വീണവര് മുഴുവനും ബദർ യുദ്ധത്തിൽ ചണ്ടികളെ പോലെ വധിക്കപ്പെട്ടു. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യത്തിന്റെ വഴിയിലാണ്. സഹനമാണ് കാരണം ഈമാനിനു വേണ്ടിയാണ്, കുടുംബം പോറ്റാനല്ല, പണമുണ്ടാക്കാനല്ല, അള്ളാന്റെ മതം ഇവിടെ പ്രചരിപ്പിക്കാനാണ്. അതുകൊണ്ടെല്ലാം സഹിക്കാൻ അവിടുന്ന് തയ്യാറു തന്നെ. ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്നു, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരണം. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. വഹുവ ജാലിസുൻ ഹസീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പോഴതാ രക്തമിങ്ങനെ ശരീരത്തുകൂടെ വാർന്നൊഴിക്കുന്നു. ലറബഹു ബഅദു അഹ്ലി മക്ക. മക്കക്കാരിൽ ആരോ ചിലർ റസൂലുള്ളാഹിനെ അടിച്ചതിന്റെ പേരിൽ പൊട്ടിയിട്ട് രക്തമൊലിക്കുന്നു. അങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. കാരണം എത്ര വലിയ ഹിമ്മത്തുള്ളയാളും ഇസ്ലാമിന്റെ മാർഗത്തിൽ ഇറങ്ങിയാലും ഏതു മാർഗത്തിൽ ഇറങ്ങിയാലും തീഷ്ണമായ പരീക്ഷണം വരുമ്പോൾ ഒരാലോചനയുണ്ടാകുമല്ലോ. എന്നാൽ ആ ആലോചനയുടെ സമയത്താണ് വേദനിച്ചു എന്ന ദുഃഖമല്ല, ഇസ്ലാം പ്രചരിപ്പിക്കാൻ കഴിയാത്തതിലുള്ള വിഷമമാണ് ഹബീബിനുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതാ വരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുന്നു, എന്താ നബിയെ ഇങ്ങനെ ഇരിക്കുന്നത്? മാലക്ക എന്തു പറ്റി തങ്ങളെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഫഅല ബിഹാ ഉലൈ വഫഅലു. ഓ ജിബ്രീലെ, ഇവരിങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഫഖാല ലഹു ജിബ്രീൽ അതുഹിബ്ബു അൻ ഉരീക ആയ. ഞാനൊരു ദൃഷ്ടാന്തം കാണിച്ചു തരട്ടെ. ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ കൂട്ടുകാർ വന്നിട്ട് ഇങ്ങനെ സാന്ത്വനിപ്പിക്കുക, അത് വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് രോഗസന്ദർശനം വേണമെന്ന് പറയുന്നത്. പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ സന്ദർശിക്കണം, സാന്ത്വനിപ്പിക്കണം. മനഃശാസ്ത്രപരമായി വളരെ വലിയൊരു കടപ്പാടാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എപ്പോൾ വിഷമമുണ്ടാകാൻ സാധ്യതയുണ്ടോ അപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അള്ളാഹുവിന്റെ സന്ദേശം വരുന്നു, വിഷമിക്കല്ലേ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീൽ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വിഷമുണ്ടായാലും അള്ളാഹു തആല അതാ സാന്ത്വനിപ്പിക്കുന്നു. അതിന് നിരവധി ആയത്തുകൾ തെളിവുണ്ട്. അതെല്ലാം നമ്മുടെ പ്രഭാഷണത്തിന്റെ CD ഇറങ്ങുന്നുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സ്നേഹിക്കുന്ന രംഗങ്ങളെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടും ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ടും സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ആവർത്തനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു അങ്ങനെയാണ്. കാരണം എന്താ, നമ്മളെ സമാധാനിപ്പിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനുള്ള സമയത്ത് അയാളുടെ വീട്ടിലോട്ട് പോകും, 4 വർത്താനം കേൾക്കുമ്പോൾ സമാധാനല്ലേ. അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ ഹമ്മഹു അംറുൻ ബാദറ ഇലസ്സലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമമുണ്ടായാൽ ഉടനെ നിസ്കരിക്കാൻ വേണ്ടി പോകും. ഇമാം ബുഖാരി പഠിപ്പിക്കുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ, നമുക്ക് പ്രയാസമുണ്ടായ നിസ്കാരം ഒഴിവാക്കുന്നവരാണ് നമ്മൾ. ഹബീബ് അങ്ങനെയല്ല. ടെൻഷൻ ഉണ്ടായാൽ ബാദറ ഇലസ്സലാ, ഉടനെ അല്ലാഹുവുമായി സംഭാഷണത്തിലായി, പിന്നെ ടെൻഷൻ മാറിപ്പോയി. അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ടല്ലേ മെഹ്റാജിന്റെ ബൈത്തിൽ ഉമറുൽ ഖാലി തങ്ങൾ പറഞ്ഞില്ലേ, വഅതാഹു ജിബ്രീലുൽ അമീനു നദീമാ ഐ ഖദീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്യാൻ വരുന്നതാരാണ്? സഫീറായി വരുന്നതാരാണ്? മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. എന്നിട്ട് ചോദിച്ചൊരു ദൃഷ്ടാന്തം കാണിച്ചു തരട്ടെയോ? അപ്പൊ പറഞ്ഞു, ആയിക്കോട്ടെ. നഅം ഫനദറ ഇലാ ശജറത്തിൻ മിൻ വറാഇൽ വാദി. അതാ പിന്നാമ്പുറത്തെ താഴ്വരയിൽ നിൽക്കുന്ന ഒരു മരത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ആ മരത്തെ ഒന്ന് വിളിച്ചേ. നല്ല സമാധാനിപ്പിക്കുന്ന രംഗാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറച്ച് ദിവസം വഹയി മുറിഞ്ഞപ്പോൾ പരാതിപ്പെടാൻ ആള് വന്നു. ഉടനെ വല്ലുഹ ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതപ്പിട്ട് മൂടിക്കിടന്നപ്പോൾ ഉടനെ അവിടുന്ന് യാ അയ്യുഹൽ മുദ്ദസിർ ഇറങ്ങി. നബി തങ്ങൾ പുതപ്പിട്ട് മൂടിക്കിടന്നപ്പോൾ യാ അയ്യുഹൽ മുസ്സമ്മിൽ ഇറങ്ങി. അങ്ങനെ ഓരോ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്ത്വനിപ്പിക്കുന്ന രംഗങ്ങളാണ് ഖുർആൻ മുഴുവനും. ഓരോ ആയത്തിന്റെയും പശ്ചാത്തലത്തിൽ തിരുനബിയുടെ സ്പർശമുണ്ട് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അഹ്മദ് യാർഖാൻ നഈമിക്ക് ആ വിഷയത്തിലൊരു ഗ്രന്ഥമുണ്ട്, ഷാനെ ഹബീബുർ റഹ്മാൻ മിൻ ആയാത്തിൽ ഖുർആൻ. യൂസുഫുൽ ഖിമാരി അൽ ഹസനി ആ വിഷയത്തിലൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിൽ എന്ന വിഷയത്തിൽ. അതുപോലെ പിൽക്കാലത്ത് പല ആളുകളും രചന നടത്തിയിട്ടുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം പറയാൻ പറഞ്ഞു, ആ താഴ്വാരത്ത് നിൽക്കുന്ന മരത്തെ ഒന്ന് വിളിച്ചേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരത്തെ ഇങ്ങ് വിളിച്ചു, വന്നേ മരമേ. ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്നതാണ്. ചില ആളുകൾക്കൊക്കെ യുക്തിപരമായി ചിന്തിക്കുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവൻ ഞാനിന്ന് നോക്കി കിങ് ഫൈസൽ ഇറക്കിയ സീറത്തുൻ നബവിയിൽ ഈ വിഷയമുണ്ടോ? അതിന്റെയും 182 പേജിൽ ഇമാം അഹ്മദിൽ നിന്ന് തന്നെ ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുമ്പോൾ ഫജാഅത് ഹത്താ ഖാമത് ബൈന യദൈഹി തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. താഴ്വാരത്ത് നിൽക്കുന്ന മരത്തെ വിളിച്ചപ്പോൾ മരം ഇങ്ങനെ വരുന്നു, ഇലാ ജനാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരണം എന്തേ? എല്ലാം ഹബീബിന് വേണ്ടിയാണ്, അവിടുത്തെ സാന്ത്വനിപ്പിക്കാനുള്ളതാണ് ഈ പ്രപഞ്ചം മുഴുവനും. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുമ്പോൾ വരുന്നു. ഉടനെ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, മുർഹാഫൽ തർജി, ഒന്ന് മടങ്ങിപ്പോകാൻ പറഞ്ഞേ നബിയെ. ഫമർഹാഫ റജഅതി ഇലാ മകാനിഹാ. അങ്ങനെ പോകാൻ പറഞ്ഞപ്പോൾ മരം അങ്ങ് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇങ്ങനെ ഒരു കളിയങ്ങ് കളിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുഃഖം മാറി, ടെൻഷൻ അങ്ങ് മാറി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ഹസ്ബി, എന്റെ വിഷമം പോയി ജിബ്രീലേ. കൂട്ടുകാരനോട് സന്തോഷം കൈമാറ്റം നടത്തുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെയാണ് ലോകത്തിന്റെ നേതാവ് മാനസികമായ പ്രയാസങ്ങൾ അനുഭവിച്ചു, പിന്നീട് ശാരീരികമായ പ്രയാസങ്ങളും അനുഭവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നൊരു സംഭവത്തിൽ നബി തങ്ങളുടെ മുഖത്ത് അടിയേറ്റിട്ടുണ്ട്. അതിന്റെ ആ അടിയേറ്റയാള് പിന്നെ എന്തായി എന്ന് തൗബ ചെയ്തു. എല്ലാം ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ച രാവല്ലേ നമുക്ക് നമ്മുടെ ദുആയ്ക്ക് മുമ്പ് പറയേണ്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹനത്തിന്റെ ആദായമാണ്. ഇന്ന് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മുഅ്മിനീങ്ങളെ, ഇതെന്തിനു കൂടിയാണ്? നമ്മുടെ ജീവിതത്തിലും പരീക്ഷണമുണ്ടാകാം. സഹിക്കണം, ക്ഷമിക്കണം. പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടെന്ന് വരാം, മോഹിച്ചത് കിട്ടിയില്ലെന്ന് വരാം, അതുപോലെ നമ്മുടെ വീട് ഇല്ലാതെ ജീവിച്ചെന്ന് കഷ്ടപ്പെടേണ്ടി വരാം. ഈ കഷ്ടപ്പാടുകളുടെയും പ്രയാസങ്ങളുടെയും എല്ലാം നടുവിൽ ആലോചിക്കണം, എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ക്ഷമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുകൊണ്ട് ക്ഷമിക്കണം സഹോദരങ്ങളെ. അങ്ങനെ ക്ഷമിക്കുന്നവർക്ക് ആത്മഹത്യയില്ല, ക്ഷമിക്കുന്നവര് പടച്ചവനെ മറന്നിട്ട് തുള്ളുകയില്ല, ക്ഷമിക്കുന്നവര് മരണ വീട്ടിൽ ബഹളമുണ്ടാക്കുകയില്ല. ഇതിന്റെ ഇടയിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ സംസ്കാരത്തെ നമ്മൾ തിരുനബിയിൽ നിന്ന് ഒപ്പിയെടുക്കണം. ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ? ഇന്നലെ പറഞ്ഞതുപോലെ ഭൗതികമായി ചിന്തിച്ചാൽ ഈ വിഷമം ഇറക്കി വെക്കാൻ ആരുമില്ലാത്ത ഏകാന്തതയിൽ ജീവിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉപ്പയില്ലല്ലോ, ഉമ്മയില്ലല്ലോ, സഹോദരനില്ലല്ലോ. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാന്ത്വനിപ്പിക്കാൻ അങ്ങനെ ചാർച്ചകളൊന്നുമില്ലാതെ നിൽക്കുമ്പോഴും ഹിമ്മത്തോടെ ഈമാനിന് വേണ്ടി നിലകൊള്ളുന്നു, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ, ഈ ചെറിയ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ സഹിക്കണം, അത് ഈമാനോടെ അതിജീവിക്കണം, അത് ക്രാന്തദർശിത്വത്തോടെ കടന്നു പോകണം. ഫറാദീസുൽ ജിനാനി ലനാ ഖറാറു, ഉണ്ട് മോനെ, പറുദീസ കാത്തിരിക്കുന്നു, വിഷമിക്കാനില്ല. അപ്പൊ ഇവിടെ നമ്മൾ നല്ല നല്ല പ്രവർത്തനത്തിന് ഇറങ്ങേണ്ടി വരുമ്പോൾ വിഷമങ്ങൾ സഹിക്കേണ്ടി വരും. കാരണം ഹബീബ് സഹിച്ചെങ്കിൽ പിന്നെ അതിന് താഴെയല്ലേ ലോകം മുഴുവനുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും അത് സഹിക്കേണ്ടതു തന്നെ. പക്ഷേ ഈമാനോടെ അതിജീവിക്കാൻ കഴിയണം, അപ്പോഴേ വിജയിക്കാൻ കഴിയൂ. കാരണം എന്താ? ബേനിശാനോ കാനിശാൻ മിടത്താനഹി, മിടത്തെ മിടത്തെ നാം ഹോ ഹി ജായഗാ. നല്ല ആളുകൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അവരെ ഇങ്ങനെ കുറ്റം പറയും. അതാണ് ബേനിശാനോ കാനിശാൻ മിടത്താനഹി. അവിടുന്ന് സ്ഥാനമാനങ്ങളെ ആഗ്രഹിച്ചുകൂടാ. അങ്ങനെ സ്വന്തമായി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വളർന്നിങ്ങനെ വരുന്ന ആളുകൾ, അത് ദീനിയായ രംഗത്ത് വരുന്ന അമ്പിയാക്കന്മാരെയാണ് സൂചിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അങ്ങനെ അവരെ ഇങ്ങനെ ഒതുക്കാമെന്ന് വിചാരിച്ച് സാഹിറാണെന്ന് പറഞ്ഞു, മജ്നൂനാണെന്ന് പറഞ്ഞു, അങ്ങനെ എല്ലാം പറയുമ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ ആൾ ഉയർന്നുയർന്നാണ് വരുന്നത്. ബേനിശാനോ കാനിശാൻ മിടത്താനഹി, മിടത്തെ മിടത്തെ നാം ഹോ ഹി ജായഗാ. അങ്ങനെ തേച്ചു മാച്ച് കളയാൻ ശ്രമിക്കുമ്പോഴേക്ക് ആൾ ഉയർന്നുയർന്നാണ് വരുന്നത്. അങ്ങനെ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി അഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിശിഖാഖി. ഇങ്ങനെ പരീക്ഷണം സഹിച്ചവരാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾ, ഇങ്ങനെ പരീക്ഷണം സഹിച്ചവരാണ് ഇമാം ശാഫഈ തങ്ങൾ, ഇങ്ങനെ പരീക്ഷണം സഹിച്ചവരാണ് ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങൾ, ഇങ്ങനെ പരീക്ഷണം സഹിച്ചവരാണ് ഇമാം ബുഖാരി തങ്ങൾ, ഇങ്ങനെ പരീക്ഷണം സഹിച്ചവരാണ് മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് നൈസാബൂരി റളിയല്ലാഹു അൻഹു. എല്ലാ മഹാന്മാരും പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെയാണ് വിലാസത്തിലേക്ക് ഉയർന്നു വന്നതെന്ന ചരിത്രമൊന്ന് പഠിച്ചു നോക്കിയാൽ അറിയാം. മാലിക് ഇബ്നു അനസ് തങ്ങളെയോ തല്ലി തല്ലി പഴിപ്പിച്ചു, ഗവൺമെന്റിന് അനുകൂലമായി ഫത്വ കൊടുക്കാത്തതിന്റെ പേരിൽ. എന്നിട്ട് ചോദിക്കുന്ന അവസ്ഥ വരെ എത്തിയ അനസിന്റെ മോൻ തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പരിശീണിതരായപ്പോഴും ഇസ്ലാമിൽ നിന്ന് ഇളകാതെ പ്രചരണം നടത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. അത് സച്ചരിതരായ ഇമാമുകൾ എന്ന പ്രഭാഷണത്തിൽ അതിന്റെ വിശദീകരണമുണ്ട്, അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിരാളികൾ എതിർക്കും തോറും അവിടുന്ന് ഉയർന്നുയർന്നു വരികയാണ്. ഇനി അവരാലോചിച്ചു, നമുക്ക് റിബലായിട്ടൊരു മതം കൊണ്ടുവന്നാലോ? എല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പ വിചാരിച്ചു നമുക്കൊരു പുതിയ മതം എവിടെ നിങ്ങൾ തട്ടിപ്പടച്ചിട്ട് ഇതിനോടൊന്ന് വിജയിപ്പിക്കാൻ നോക്കിയാലോ. അങ്ങനെ ഇമാം ഇബ്നു ഇസ്ഹാഖ് നിവേദനം ചെയ്യുന്നു, നളർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ആളിറങ്ങി. വകാന മിൻ ശയാത്തീനി ഖുറൈശ് എന്നാണ് ഇബ്നു ഇസ്ഹാഖ് പറയുന്നത്. ഖുറൈശികളുടെ ശൈത്താന്മാരിൽപ്പെട്ട ഒരാളാണ് അയാൾ. അങ്ങനെ ഇറങ്ങിയിട്ട് അതാ ഖുറൈശികളെ എല്ലാം വിളിക്കുകയാണ്. കാന മുഹമ്മദുൻ ഫീക്കും ഗുലാമൻ ഹദസൻ അർളാക്കും ഫീക്കും. അവിടുന്ന് അല്ലയോ പ്രിയപ്പെട്ട ഖുറൈശികളെ, മുഹമ്മദ് നബി നമ്മുടെ കൂട്ടത്തിൽ ജനിച്ച ആളല്ലേ? ആണ്. നമ്മുടെ കൂട്ടത്തിൽ വളർന്ന ആളല്ലേ? ആണ്. നല്ല സത്യസന്ധനായിരുന്നില്ലേ? ആണ്. ഇപ്പൊ ഇതാ 40 വയസ്സായിട്ട് ഇങ്ങനെ നരയുടെ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയില്ലേ? അതേ, ആണ്. എന്നിട്ട് പുതിയ മതം കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ പറയാൻ തുടങ്ങി, ഖുൽതും സാഹിർ, മാരണക്കാരനാണ് നിങ്ങൾ പറഞ്ഞു. വലാ വല്ലാഹി മാ ഹുവ ബിസാഹിരിൻ, ഇത് മാരണക്കാരനൊന്നുമല്ല. എന്താ കാരണം? ഈ മാരണക്കാരുടെ കെട്ടും ഊത്തുമൊക്കെ നമ്മൾ കണ്ടതല്ലേ? അതൊന്നും ഇല്ലല്ലോ മുഹമ്മദ് നബിക്ക്. അതുകൊണ്ട് ഒരിക്കലും അത് സാഹിറാകാൻ പറ്റില്ല. വഖുൽതും കാഹിനുൻ, നിങ്ങൾ പറയുന്നു ഇതൊരു ജ്യോത്സ്യനാണെന്ന്. ജ്യോത്സ്യന്മാരുടെ കളവും കളിയും ഒക്കെ നമുക്കറിയുന്നതല്ലേ? അതൊന്നും ഈ നബിക്കില്ലല്ലോ. വഖുൽതും ഷായിറുൻ, നിങ്ങൾ പറഞ്ഞു ഷായിറാണെന്ന് പറഞ്ഞു ഒതുക്കാമെന്ന്. ലാ വല്ലാഹി മാ ഹുവ ബിശായിരിൻ, ഇതൊരു കവിയുമല്ല. ലഖദ് റവൈന ശഅറ വസമഅനാ സുനാഫഹു കുല്ലഹാ, അവിടുന്ന് മുഴുവൻ കവിതയുടെയും ഘടന നമുക്കറിയാമല്ലോ. ഹസ്ജഹു വറജ്സഹു, അതിന്റെ വൃത്തവും അലങ്കാരവും ഇതെല്ലാം നമുക്കറിയാം. എന്നിട്ട് കവിതയാണെന്ന് പറഞ്ഞ് ഖുർആനിനെ തള്ളാൻ പറ്റില്ല. പിന്നെ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾ പറയും മജ്നൂനാണെന്ന്. ലാ വല്ലാഹി മാ ഹുവ ബിശായിരിൻ വലാ മജ്നൂൻ, ഒരിക്കലും ഇത് ഭ്രാന്തനുമല്ല. ലഖദ് റഅയ്നൽ ജുനൂന ഫമാ ഹുവ ബിവസ്വസത്തിൻ, അവിടുന്ന് ഒരു ഭ്രാന്തൻ ഉണ്ടാകുന്ന വസ്വാസൊക്കെ നമുക്കറിയുന്നതല്ലേ? അതൊന്നും ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കില്ലല്ലോ. എന്നിട്ട് ഒരിക്കലും നമുക്ക് ഭ്രാന്തനാണെന്ന് പറഞ്ഞുകൂടാ, ജ്യോത്സ്യനാണെന്ന് പറഞ്ഞുകൂടാ, മരണക്കാരനാണെന്ന് പറഞ്ഞുകൂടാ. മറിച്ച് ഇത് പഴയകാല വേദത്തിന്റെ പതിപ്പുകൾ എടുത്ത് റിപ്പീറ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം, ക്രൈസ്തവ പാതിരിമാരുടെ അടുക്കൽ പോയി മതം പഠിച്ചിട്ട് വന്ന് ഈ മുഹമ്മദ് നബിയെ ഒന്ന് തോപ്പിക്കണം. ആ നിലയിലേക്ക് പുതിയ പരീക്ഷണവുമായി വന്നപ്പോൾ അവിടെയുള്ള കുഫാറുകൾ പറഞ്ഞു, നളർ ഇബ്നു ഹാരിസേ, ഉഖബത്തിന് അബീ മുഅയ്തേ, നിങ്ങൾ മദീനയിലേക്ക് പോയി അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ട്, അവരുടെ അടുക്കൽ നല്ലതുപോലെ വേദം പഠിച്ചിട്ട് വാ, നമുക്കിവിടെ ഒരു സംവാദം നടത്തി നോക്കാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അങ്ങനെ രണ്ടാളും കൂടി കെട്ടിയൊരുങ്ങി മദീന വരെ പോയി. അവിടെ ചെന്ന് വേദക്കാരെടുക്കൽ ചെന്നു. ഫസഅല അഹ്ബാറ യഹൂദ്, യഹൂദികളായ പാതിരിമാരോട് അപ്പോസ്തലന്മാരോട് ചോദിച്ചു. വവസഫാലഹും അംറഹു, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, വേദം ഓതുന്നുണ്ട്. അങ്ങനെയുള്ള പല വർത്തമാനങ്ങളും പറഞ്ഞപ്പോൾ ആ ജൂതന്മാര് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കേട്ട ലക്ഷണം വെച്ച് നോക്കുമ്പോൾ അതൊരു നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംവാദം നടത്താൻ പഠിക്കാൻ പോയതാണ്. അപ്പോഴവര് പറഞ്ഞ എന്താണ്? നിങ്ങൾ പറയുന്ന ലക്ഷണമൊക്കെ സത്യമാണെങ്കിൽ അതൊരു പ്രവാചകനാണ്, അല്ലാതിരിക്കാൻ വഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മളൊരു 2-3 ചോദ്യം പഠിപ്പിച്ചു തരാം. ഈ ചോദ്യം കൊണ്ടുപോയി ചോദിക്കണം. അതിന് കൃത്യമായി മറുപടി പറഞ്ഞാൽ അത് പ്രവാചകനാണ്, അല്ലെങ്കിൽ അത് വ്യാജനാണ്. നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിക്കാൻ വരുന്നു? 1 അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചുള്ള ചോദ്യമാണ്. 2 ദുൽഖർനൈനിയെ കുറിച്ചുള്ള ചോദ്യമാണ്. 3 ആത്മാവിനെ കുറിച്ചുള്ള ചോദ്യമാണ്. യസ്അലൂനക അനിർ റൂഹ് യസ്അലൂനക അനിൽ ഖർനൈൻ. അങ്ങനെ ഈ 3 ചോദ്യങ്ങളും ഒരുക്കിയിട്ട് മദീനത്ത് നിന്ന് റെഡിയായി സംവാദം നടത്താൻ മക്കത്തേക്ക് വരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. വലിയ ഗംഭോടുകൂടി ചോദിക്കാൻ വേണ്ടി വരികയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ മറുപടി തന്നേക്കാം, നാളെ മറുപടി തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള വഹയി കാത്തിരിക്കുകയാണ്.
ഏതായാലും അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ഇറങ്ങേണ്ട സമയമായപ്പോൾ സൂറത്തുൽ കഹ്ഫ് അവതരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദ്യ അടക്കമാണ് ആൻസർ പറഞ്ഞു കൊടുക്കുന്നത്. യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അങ്ങനെ ഓരോ ചോദ്യങ്ങളും അതിന്റെ ആൻസറുകളും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് മുഴുവനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ വാഴ്ത്തി പറയുന്ന ദൃഷ്ടാന്തങ്ങളെ ആമുഖമായി വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് പറയേണ്ട മറുപടികളും പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് അട്ടിയട്ടിയായി പറഞ്ഞു കൊടുക്കുമ്പോൾ ആധികാരികമായി ഖുർആൻ ഓതിക്കൊടുക്കുന്നു. കാരണം എന്താണ്? അല്ലാഹുവിൽ നിന്ന് വഹി ഇറങ്ങുന്നു. സിൽസിലം മിൻ സിൽസിലി. അതാ വഹി ഇറങ്ങുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സ്വന്തമായി ഒന്നും പറയത്തില്ല എന്ന് ബൈബിളിലെ മത്തായി സുവിശേഷത്തിൽ പണ്ട് പറഞ്ഞതുപോലെ സ്വന്തമായി ഒന്നും പറയാതെ അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം കൊണ്ട് മാത്രം സംസാരിക്കുന്ന സയ്യിദുൽ മുർസലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോഴെന്തേന്നറിയോ? ഖുർആൻ കേട്ടിട്ട് ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ അസൂയ വേറെ വഴിക്കായി. അവര് പറഞ്ഞു ആരും ഖുർആൻ കേൾക്കാൻ പാടില്ല. അവര് പറഞ്ഞു ഉറക്കെ ഖുർആൻ ഓതാൻ പാടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിലക്കി പരസ്യമായി ഖുർആൻ ഓതിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിലക്കി പരസ്യമായി ഖുർആൻ ഓതിക്കൂടാ. അങ്ങനെ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അവിടെയും മുടക്കേർപ്പെടുത്താൻ ആളുകൾ ശ്രമിക്കുന്നു. പക്ഷേ ഹബീബ് ഇളകിയില്ല. കാരണം നേരത്തെ പറഞ്ഞത് തന്നെ ഷാദ് ഹേ ഫിർദൗസ് ഐനേക് ദിൻ ഖിസ്മത്തെ ഖുദ്ദാം ഹോ ഹി ജായേഗാ. ഈ നിൽക്കുന്നതാരാണ്? സ്വർഗസ്ഥരുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.